മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബീച്ചിലെത്തുന്ന മനു അലീനയെ കാണാതെ അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. അലീന മൊബൈൽ എടുത്ത് രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ നിൽക്കുന്നതെന്ന് മനു ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി സംശയത്തോടെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്ന് എന്നതാ പറയണ്ടേ, എവിടെ നിൽക്കുന്നതെന്നാ പറയാ, ഒരടയാളം പറഞ്ഞുതാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കപ്പലിന്റെ അടുത്താണെന്ന് പറയാൻ മാമച്ചൻ പറയുമ്പോൾ കപ്പലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട്. മരത്തിന്റെ തൊട്ട് ഇപ്പുറത്തൊരു കടയിലുണ്ടെന്ന് പറയാനായി ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഇവിടെ ഒരു മരത്തിന്റെ താഴെ ചെറിയൊരു കടയുണ്ട്, അതിന്റെ അടുത്ത് നിന്നാൽ രണ്ട് സൈഡിലേക്കും പോവാൻ പറ്റും എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ശരി ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് മനുവും പറയുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ, അങ്കിളും ആന്റിയും എല്ലാം ഉണ്ടേ. ഓക്കെ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് മനുവും കോൾ വെക്കുന്നുണ്ടേ. പിന്നീട് അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുത്തോണ്ട് മാമച്ചനും ഗ്രേസമ്മയും കപ്പലെല്ലാം പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മനു ആ നടപ്പാതയിലൂടെ നടന്നു വരുന്നത്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് അലീന മുമ്പോട്ട് നോക്കുമ്പോഴേക്കും നടന്നു വരുന്ന മനുശങ്കറെ കാണുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ആന്റി ദേ മനുവേട്ടൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കുന്നുണ്ടേ. അലീന ഐസ്ക്രീം പിടിച്ച കൈകൊണ്ട് ഹായ് പറയുമ്പോഴേക്കും മനുവും കൈ പൊക്കി കാണിക്കുന്നുണ്ട്. മനുവിനെ കണ്ട് അമ്പരപ്പോടെ അതാണോ ചേച്ചി, കണ്ടിട്ടൊരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ എന്ന് രേവതിക്കുട്ടിയും അമ്പരപ്പോടെ പറയുന്നുണ്ട്. മനു അലീനയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ മാമച്ചനെയും ഗ്രേസമ്മയെയും മനുവിനായി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മനു രണ്ടുപേർക്കും കൈ കൊടുത്ത് ഗുഡ് ഈവനിങ് പറയുമ്പോഴേക്കും അലീന രേവതിക്കുട്ടിയെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാ എന്റെ അനുജത്തി രേവതിക്കുട്ടി എന്ന് അലീന പറയുമ്പോഴേക്കും ദൂരെ നിന്നേ കണ്ടു, ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്ന് മനു പറയുമ്പോഴേക്കും എനിക്ക് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഒന്നുമില്ലേ, അവർക്ക് രണ്ടുപേർക്കും കൊടുത്തല്ലോ എന്ന് പരിഭവത്തോടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അയ്യോ ഒരു 100 ഗുഡ് ഈവനിങ് എന്ന് രേവതിക്കുട്ടിയുടെ പരിഭവം തീർക്കാനായി മനു പറയുമ്പോഴേക്കും താങ്ക് യു പറഞ്ഞ് രേവതിക്കുട്ടിയും ഗുഡ് ഈവനിങ് പറയുന്നുണ്ടേ. നിങ്ങൾ നിൽക്കാന്ന് പറഞ്ഞ സ്ഥലം ഇതല്ലല്ലോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും സോറി മനുവേട്ടാ, ഇവൾക്ക് ഐസ്ക്രീം തിന്നാൻ കൊതി, അത് വാങ്ങാൻ വേണ്ടി വന്നതാ ഇങ്ങോട്ടെന്ന് അലീന പറയുമ്പോഴേക്കും ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ പോയി നിൽക്കാൻ പോവായിരുന്നു എന്ന് രേവതിക്കുട്ടിയും. ഗ്രേസമ്മ അപ്പോഴേക്കും മനുവിനോടായി പറയുന്നുണ്ട്. അലീനയുടെ കെയർ ടേക്കർ മിസ്റ്റർ മനുശങ്കർ എന്നൊക്കെ ഈ പെണ്ണ് പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞങ്ങൾ വിചാരിച്ചത്, ടാറ്റ ബിർള അംബാനിയൊക്കെ പോലെ ഒരു ഭയങ്കര മനുഷ്യനായിരിക്കുമെന്നാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ടാറ്റ ബിർള അംബാനിയോ എന്തുവാടി പറയുന്നതെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട്. ഞാൻ കൊച്ചല്ലേ, അത് കാരണം എനിക്ക് എന്ത് പൊട്ടത്തരം വേണേലും പറയാലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ വെറുതെയല്ല രേവതിയുടെ കൂടെ കുട്ടി എന്നുകൂടി ചേർത്ത് പേരിട്ടേക്കുന്നെന്ന് മനുവും. ഇത് കേട്ട് എല്ലാവരും കൂടി ചിരിക്കുമ്പോൾ അതാരായാലും അറിഞ്ഞു ചെയ്തതെന്ന് ഗ്രേസമ്മയും പറയണ കേട്ട് എല്ലാരും കൂടി എന്നെ കളിയാക്കി രസിക്കുവല്ലേന്ന് രേവതിക്കുട്ടിയും പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്. മനുചേട്ടന് ഐസ്ക്രീം വേണമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും തനിക്ക് വേണ്ടെന്ന് മനുവും പറയുന്നുണ്ട്. അലീനയെ ആദ്യം മനുവിന്റെ വീട്ടിലേക്ക് അല്ലേ കൊണ്ടുപോയതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതെ മുത്തശ്ശിയെ നോക്കാനായിട്ട്. എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുമ്പോൾ ഇൻഫോ പാർക്കിലെ TCL-ലാണെന്നും അലീനയെ വിളിച്ച സമയത്ത് രേവതിക്കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നെന്നും തനിക്കിവിടെ നല്ല പരിചയമാണെന്നും താനും കൂടി വന്ന ഇവർക്ക് ഇവിടെയെല്ലാം ചുറ്റി വരാൻ പറ്റുമല്ലോ, അതാ താനും വന്നേന്ന് മനുവും പറയുന്നുണ്ട്. ഇത് കേട്ട് അലീനെ എങ്ങനെയാ കാര്യങ്ങളെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും അങ്കിള് പറയട്ടെ എന്ന് അലീനയും. ഇതിലിപ്പോ എന്നാ പറയാനിരിക്കുന്നേ, നിങ്ങൾ പോയി കറങ്ങി അടിച്ചു വാ, ഞങ്ങൾ ഇവിടെ കപ്പലണ്ടി കുറിച്ച് ഇരുന്നോളാം എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി എന്നാ നമുക്ക് റൗണ്ടപ്പ് തുടങ്ങാം എന്ന് മനു പറയുമ്പോഴേക്കും ഞാൻ റെഡി എന്ന് സന്തോഷത്തോടെ രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. അത് കേട്ട് മനു അവരെ വിളിച്ചോണ്ടുപോയി അലീനക്കുട്ടിക്കും രേവതിക്കും വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഹാറ്റെല്ലാം വാങ്ങിക്കൊണ്ട് കടൽ തീരത്തിനടുത്തെ ഒരു പാറക്കെട്ടിൽ അവരിയ്ക്കുമ്പോൾ മനുവേട്ടാ താങ്ക്സ് എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ട് നീ മനുവേട്ടന്റെ ഒരുപാട് കാശ് പൊട്ടിച്ചെന്ന് അലീന പറയുമ്പോൾ അതൊന്നും സാരമില്ലെന്ന് മനുവും. ഒരുത്തി നാണമില്ലാതെ ഓരോന്ന് ചോദിച്ചു വാങ്ങാനും വേറൊരാളെ അതെല്ലാം വാങ്ങിക്കൊടുക്കാനും എന്ന് അലീന പറയുമ്പോൾ എന്റെ അനിയത്തിക്ക് വാങ്ങിക്കൊടുത്ത പോലെയല്ലേ അവൾക്ക് വേറെ ആരാ ഉള്ളത് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് എന്ന് മനു പറയുമ്പോൾ ഇവൾക്കിപ്പോ എല്ലാം കിട്ടി, അച്ഛൻ അമ്മ ഇപ്പൊ ദേ ഒരു ഏട്ടനുമായി, എനിക്ക് ആരുണ്ട് അല്ലേ എന്ന് അലീന പറയുമ്പോഴേക്കും അലീനയ്ക്ക് ആരുമില്ലെന്നാണോ വിചാരം, ഞാനില്ലേ അപ്പോ എന്നെ കൂട്ടിയിട്ടില്ലല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് 2 തരം ബന്ധങ്ങളാണ് ലോകത്തുള്ളത്, പിരിഞ്ഞു പോകാൻ കഴിയുന്ന ബന്ധങ്ങൾ, പിരിഞ്ഞു പോവാൻ കഴിയാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞോണ്ട് മനുവിനോടായി മനുവേട്ടാ വൈജന്തി മാഡം എവിടെയാ പഠിച്ചത്, എന്തുമാത്രം പഠിച്ചു എന്ന് അലീന ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ഹൈസ്കൂളും ഡിഗ്രിയും പ്രീ ഡിഗ്രിയും എല്ലാം പാലായിൽ തന്നെ ആയിരുന്നു എന്ന എൻ്റെ ഒരു അറിവ്.
എന്ന് മനു പറയുമ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ബാങ്കിൽ ജോലി കിട്ടിയോന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ആന്റി ഒരു 2 വർഷം ആഗ്രയിലായിരുന്നു. ആന്റിയുടെ എൽഡർ ബ്രദർ, അതായത് എന്റെ വല്യച്ഛൻ ഗംഗാധര മേനോൻ, മിലിറ്ററിയിലെ വലിയ ഓഫീസറായിരുന്നേ, ആഗ്ര കണ്ടോൾമെന്റിൽ. ഇത് കേട്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അലീന ചോദിക്കുന്നുണ്ട്. നീലഗിരിയിൽ വലിയ ബംഗ്ലാവൊക്കെ പണിത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുകയാ എന്ന് മനു പറയുമ്പോഴേക്കും മാഡം ആഗ്രയിൽ ചെന്നിട്ടെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ഗംഗാധരൻ വല്യച്ഛൻ മിലിറ്ററി ക്വാർട്ടേഴ്സിലായിരുന്നേ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഡെലിവറി ആയപ്പോൾ ആന്റിയാണ് ഹെൽപ്പിനായി പോയി നിന്നത്. അന്ന് ആന്റി ഡിഗ്രി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുക എന്ന് മനു പറയുമ്പോഴേക്കും 2 വർഷം അവിടെ താമസിച്ചോന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ആന്റിക്ക് അവിടെ ഒരു സ്കൂളിലെ ജോലി കിട്ടി, ജസ്റ്റ് ഒരു ടൈം പാസ്. 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു എന്ന് മനു പറയുമ്പോഴേക്കും തിരിച്ചു വന്നത് ഏത് വർഷമാണെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സംശയത്തോടെ എന്താ അലീന എന്ന് മനു ചോദിക്കുമ്പോഴേക്കും വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേയുള്ളൂ എന്ന് അലീനയും. തിരിച്ചു വന്നപ്പോഴേക്കും ആന്റിയുടെ സ്വഭാവമെല്ലാം മാറിപ്പോയി എന്നാ എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, എനിക്കന്ന് 4-5 വയസ്സേ ഉള്ളൂ പ്രായം എന്ന് മനു പറയുമ്പോഴേക്കും ചിരിച്ചോണ്ട് വള്ളി നിക്കറിട്ട് നടക്കുമായിരിക്കും അല്ലേന്ന് രേവതിക്കുട്ടിയും കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് അലീന അവളെ വഴക്കു പറയുന്നുണ്ട്. മിണ്ടാതെ അവിടെ ഇരി, മുതിർന്നവര് സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനുവേട്ട മാഡത്തിന്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞ അതെങ്ങനെയാണെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയ ആളല്ല തിരിച്ചു വന്നേന്ന് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് മനു പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ആകാംക്ഷയോടെ അലീനയും ചോദിക്കുന്നുണ്ട്. ആന്റിയെ പണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടായിരുന്നേ, നല്ല പെരുമാറ്റവും സ്നേഹവും. എനിക്ക് തോന്നുന്നതേ വീട്ടുകാരെല്ലാരും കൂടി കമ്പൽ ചെയ്തിട്ട ആഗ്രയിലെ ജോലി അവസാനിപ്പിച്ചതെന്നാ. ആന്റിക്ക് അതൊരു ഷോക്കായി കാണും എന്ന് മനു പറയുമ്പോഴേക്കും അലീന സംശയത്തോടെ ഓരോന്നാലോചിക്കുന്നുണ്ട്. കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി വൈകി അവർ വീട്ടിലെത്തുമ്പോഴേക്കും ജോസൂട്ടിയും കാറിനടുത്തേക്ക് ഓടി വരുന്നുണ്ട്. മാമച്ചായ ഡിക്കിയൊന്ന് തുറക്ക് എന്ന് പറഞ്ഞ് ഗ്രേസമ്മ പുറകിലേക്ക് പോകുമ്പോഴേക്കും രേവതിക്കുട്ടി തന്റെ കയ്യിലുള്ള കവർ ജോസൂട്ടിക്ക് കൊടുത്തോണ്ട് ഇതാ ചേട്ടായിയുടെ ഫുഡ് എന്ന് പറയുന്നുണ്ട്. ഇതെന്നതാന്ന് ജോസൂട്ടി ചോദിക്കുമ്പോ പെറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ്, ഗ്രേവി എന്ന് പറയുമ്പോഴേക്കും അലീനയും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനാ ഇതെല്ലാം ഓർമ്മിപ്പിച്ച് വാങ്ങിച്ചത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി തട്ടുദോശയും ചമ്മന്തിയും കഴിക്കേണ്ടി വന്നേനെ. രേവതിക്കുട്ടി പറയുമ്പോൾ താങ്ക്സ്. എവിടെയൊക്കെ പോയിന്ന് ജോസൂട്ടിയും ചോദിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, ബീച്ച്, പാർക്ക്, ജങ്കാറ്, ജെട്ടി, വല്ലാർപാടം, മറൈൻ ഡ്രൈവ്, പിന്നൊരു സിനിമയും കണ്ടു എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും പൊളിച്ചെന്ന് ജോസൂട്ടിയും. പിന്നല്ല, ആരാ ഞങ്ങളെ കൊണ്ടുപോയത്? മാമച്ചൻ അങ്കിളാ എന്ന് പറയുമ്പോഴേക്കും പുറകിന്ന് ഗ്രേസ് അമ്മയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. എല്ലാവരും കൂടി അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും ഗ്രേസ് അമ്മ തന്റെ കൈ പിടിച്ചോണ്ട് നിലവിളിക്കുന്നുണ്ട്. ഡോറടച്ചപ്പോ തന്റെ കൈ കുടുങ്ങിയതാണെന്ന് പറഞ്ഞ് ഗ്രേസ് അമ്മ നിലവിളിക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയും അലീനയും അവരെ ചേർത്ത് പിടിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ. സിറ്റൗട്ടിലെത്തുമ്പോഴേക്കും രേവതിക്കുട്ടി ആന്റിയോടായി പറയുന്നുണ്ട്. ആന്റി വിഷമിക്കല്ലേ, പേമ്പാൻ പുരട്ടി ചൂട് വെച്ച് തരാൻ ഞാൻ. നേരം വെളുക്കുമ്പോഴേക്കും ഈ വേദനയൊക്കെ പൊയ്ക്കോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചോണ്ട് അവർ വീടിനകത്തേക്ക് കയറുന്നുണ്ടേ. പിന്നീട് കട്ടിലിരിക്കുന്ന അലീനയുടെ മടിയിലേക്ക് രേവതിക്കുട്ടി പെട്ടെന്ന് കിടക്കുന്നുണ്ട്. ഇത് കണ്ട് അയ്യോ എന്റെ കാല് ഒന്ന് പതിയെ കിടക്കാൻ പാടില്ലേ നിനക്കെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എത്ര നാളായി ചേച്ചിയുടെ മടി കിടന്നിട്ട്, എന്റെ തലയൊന്ന് ചൊറിഞ്ഞുതാ എന്ന് പറയുമ്പോഴേക്കും അലീന അവളുടെ തലയിൽ കൈവച്ച് മസാജ് ചെയ്യുന്നുണ്ട്. ആ ഒരു സുഖമെന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീന നീ നമ്മുടെ മമ്മി ഓർക്കാറുണ്ടോന്ന് അവളോടായി ചോദിക്കുന്നുണ്ട്. അവൾ ഓരോന്നോർത്ത് ടെൻഷനോടെ എന്നും ഓർക്കും, മമ്മിക്കായി എന്നും പ്രാർത്ഥിക്കും. മമ്മി ഇല്ലല്ലോ എന്നോർക്കുമ്പോ എന്നെ ഒരു വിഷമാ. അല്ലേ ചേച്ചി, ഒന്ന് കാണാൻ കൊതിയാവുക. ജീവനോടെ ഉണ്ടായിരുന്നപ്പോ മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം കൂടി വർത്താനം പറഞ്ഞിരിക്കായിരുന്നു എന്ന് തോന്നാ ഇപ്പോ. രേവതിക്കുട്ടി സങ്കടത്തോടെ പറയുമ്പോഴേക്കും എന്റെ വിചാരം നമുക്ക് മമ്മിയെ കാണാൻ പറ്റില്ലെങ്കിലും മമ്മിക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാ എന്ന് അലീന പറയുമ്പോഴേക്കും കാണുന്നുണ്ടായിരിക്കും അല്ലേ ചേച്ചി എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾ ഈ പറയുന്നതൊക്കെ കേട്ടോണ്ട് നമ്മുടെ അടുത്തു തന്നെ നിൽപ്പുണ്ടായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്ന് അലീന പറയുമ്പോ നമ്മുടെ സ്നേഹനികേതനം ഇനി അതൊക്കെ തിരിച്ചു വരുമോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അലീനയും പറയുന്നുണ്ട്. ഞാൻ ചേച്ചിയെ ഇന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. സ്നേഹനികേതനത്തിന്ന് ചേച്ചി കൊല്ലപ്പള്ളി പോയത് മുതൽ എല്ലാം വിസ്തരിച്ച് പറയണം, എല്ലാം. രേവതിക്കുട്ടി പറയുമ്പോൾ നിനക്ക് ഉറങ്ങണ്ടേന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കേട്ടിട്ട് ഉറങ്ങിക്കോളാം, എനിക്കറിയാം ചേച്ചിക്ക് അവിടെ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതെങ്ങനെ അറിയാമെന്ന് അലീനയും. എന്റെ പൊന്നെ, ഞാൻ ഇതിന്റെ കൂടെയല്ലേ കഴിഞ്ഞ 18 വർഷം ജീവിച്ചത്, കണ്ണിലേക്ക് നോക്കി അറിയാം എനിക്ക്, പറ കേക്കട്ടെ
എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലിന ടെൻഷനോടെ ഓരോന്നോർത്തോണ്ട് നിന്റെ സന്തോഷവും സമാധാനവും കൂടി ഇല്ലാതാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയണ്ടേ എന്റെ ചേച്ചിയുടെ കാര്യങ്ങള്, ഞാനല്ലേ ഉള്ളൂ എന്റെ ചേച്ചിക്ക് എന്ന് രേവതിക്കുട്ടി സ്നേഹത്തോടെ പറയുമ്പോൾ പറയാമെന്ന് അലീനയും സമ്മതിക്കുന്നുണ്ടേ. മനുവേട്ടനും ബാലചന്ദ്രൻ സാറും കൂടി സ്നേഹനികേതനത്തിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ ബാക്കി പറഞ്ഞാൽ മതി, ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചേച്ചിയുടെ വർത്താനം എത്ര കേട്ടാലും മതിയാവില്ല എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. കൊല്ലപ്പള്ളിന്ന് തന്നെ എനിക്കുള്ള പരീക്ഷണങ്ങൾ തുടങ്ങി, ആർക്കും എന്നെ കണ്ടുകൂടാന്ന് അലീന പറയുമ്പോൾ മനുച്ചേട്ടനില്ലായിരുന്നു എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. മനുച്ചേട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമലയും വൈജയന്തിയും ഹരിയുമെല്ലാം കാണിച്ച ക്രൂരതകളെല്ലാം അലീന ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അലീനയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് കണ്ണീരോടെ രേവതിക്കുട്ടി ആ കഥകളെല്ലാം കേട്ടുകൊണ്ട് കിടക്കുക. കടപ്പാട്ടൂരെത്തിയതു മുതലുള്ള ഓരോ യാതനകളും അലീന വിവരിക്കുന്നുണ്ട്. പഴയ വേലക്കാരിയുടെ വലിയ നൈറ്റ് ഇടിച്ചതും ഹരി കയറി പിടിക്കാൻ നോക്കിയതും രോഹിത് റൂമിൽ തടഞ്ഞു വെച്ചതും ബാഗിനുള്ളിൽ മോതിരം ഒളിപ്പിച്ചു വെച്ചതും ബാലചന്ദ്രന്റെ കാശ് മോഷ്ടിച്ചു എന്ന ആരോപണത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ശമ്പളം തന്ന് പറഞ്ഞയക്കാൻ നോക്കിയതും തക്ക സമയത്ത് മനു ഹരിയും കൊണ്ട് വീട്ടിലെത്തി എല്ലാ സത്യങ്ങളും തെളിയിച്ചു കൊടുത്തതും രോഹിത് ഒരു പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ബാലചന്ദ്രനെ അത് വിളിച്ചറിയിച്ചതിന് രോഹിത് അവളുടെ കരണത്തടിച്ചതും എല്ലാം അവൾ കണ്ണീരോടെ ഓർത്തെടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് അവളുടെ മടിയിൽ കിടക്കുന്ന രേവതിക്കുട്ടിയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഒരു നരകത്തിലോട്ടാ പോയതല്ലേ? ഇത് കേട്ട് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അവിടെ നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന്. കാരണം ഞാൻ ജനിച്ചപ്പോഴേ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞൊരമ്മയും അവരുടെ ബന്ധുക്കളുമല്ലേ. മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ കഥ, അവരെല്ലാം അതിൽ പങ്കാളികളല്ലേ. നല്ല മനുഷ്യരെ അങ്ങനെ ചെയ്യോ മോളെ? അലീന ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി അലീനയുടെ മടിയിൽ എണീറ്റ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ചേച്ചിക്ക് ഇങ്ങനെ വന്നല്ലോ, അങ്ങോട്ട് പോവണ്ടായിരുന്നു. സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് സങ്കടത്തോടെ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. പിന്നീട് റൂമിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി അവളുടെ അടുത്തേക്ക് വന്നോണ്ട്, ചേച്ചിക്ക് ഉറക്കം വരുന്നില്ലേ, എന്നതായി ആലോചിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ മനസ്സിൽ കൂടി വന്നുപോയി എന്ന് അലീന പറയുമ്പോഴേക്കും ഞാൻ പറയട്ടെ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിനക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയുമെന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ. ചേച്ചി ഇപ്പോ മനുച്ചേട്ടനെ ഓർത്തില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഞാൻ എല്ലാരെയും ഓർത്തെന്ന് അലീനയും പറയുന്നുണ്ട്. മനുച്ചേട്ടൻ വന്നില്ലേ മനസ്സിലെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ വന്നു, അതിനെന്താ, ഒരാളെ ഓർമ്മിക്കാൻ ഒരു സെക്കൻഡ് പോരെ എന്ന് അലീന ചോദിക്കുമ്പോൾ ഒരു മിനിറ്റെങ്കിലും മനുച്ചേട്ടൻ മനസ്സിലുണ്ടായിരുന്നു എന്ന് രേവതിക്കുട്ടിയും. ഞാൻ അളന്നു നോക്കിയില്ലെന്ന് അലീന പറയുമ്പോഴേക്കും ഞാൻ ഓർക്കുമായിരുന്നു, നിങ്ങൾ രണ്ടും നല്ല ജോഡിയാണല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും മനുവേട്ടൻ എന്റെ കസിൻ അല്ലേടി, എന്റെ അമ്മയുടെ ആങ്ങളുടെ മകൻ എന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. കസിനും കുസിനും ഒന്നുമല്ല, ഒന്ന് പോ. ഇങ്ങനെ നോക്കിയാ സ്വന്തം അമ്മയല്ലേ കടപ്പാട്ടൂര് വീട്ടിലുള്ളത്, വല്ല വിലയുണ്ടോ അതിന് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും വിലയുണ്ടായാലും ഇല്ലെങ്കിലും ബന്ധങ്ങൾക്ക് മാറ്റമൊന്നുമില്ലല്ലോ എന്ന് അലീനയും. മനുച്ചേട്ടനും അറിയത്തില്ല അലീന ചേച്ചി ആരാണെന്ന്. പിന്നെന്താന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ ശരി, ബന്ധമൊന്നുമില്ല, പക്ഷേ മനുവേട്ടന്റെ സ്ഥിതി എന്താ? ഞാൻ ആരാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അലീന ചേച്ചിക്ക് എന്താ ഒരു കുറവ് എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ഞാനൊരു അനാഥ പെണ്ണല്ലേ, ബന്ധുക്കൾ ആരുമില്ല, സ്വത്ത് പണം പൊന്ന് ഇതൊന്നുമില്ല, പിച്ചക്കാരിന്ന് വേണമെങ്കിലും വിളിക്കാം. മനുവേട്ടനോ വലിയ കുടുംബം, വലിയ വീട്, ഇഷ്ടം പോലെ സ്വത്ത്, ബാങ്ക് ബാലൻസ്, നല്ല പഠിപ്പ്, ജോലി, ബന്ധങ്ങള്, അങ്ങനെ എന്തെല്ലാമുണ്ട്. നമുക്കങ്ങോട്ട് എത്തി നോക്കാൻ പറ്റുമോ എന്ന് അലീന പറയുമ്പോഴേക്കും പക്ഷെ ചേച്ചിക്ക് എന്ന് രേവതിക്കുട്ടി സംശയത്തോടെ പറയുന്നുണ്ട്. ഇത് കണ്ട് കാര്യം എന്താണെന്ന് അലീന ചോദിക്കുമ്പോൾ അമ്മയുടെ സൈഡ് നോക്കാൻ പറ്റത്തില്ലല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല എന്ന് അലീന പറയുമ്പോഴേക്കും പക്ഷേ ചേച്ചിയോട് മനുച്ചേട്ടന് നല്ല അടുപ്പമുണ്ടല്ലോ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അത് മനുച്ചേട്ടൻ എന്റെ കെയർടേക്കർ ആയതുകൊണ്ടല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ അത് മാത്രമാണോ എന്ന് രേവതിക്കുട്ടിയും. എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുമോ എന്ന് അലീന പറയുമ്പോൾ അതെനിക്കും അറിയാം, മനുച്ചേട്ടൻ എന്നെ കാണാനും പരിചയപ്പെടാനും ഒന്നുമല്ല വന്നത്, അലീന ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. ആ ഇഷ്ടം നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഇഷ്ടമാ അത്. അലിവുണ്ട്, അനുകമ്പയുണ്ട്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്ന് അലീന പറയുമ്പോൾ അതൊക്കെയല്ലേ ചേച്ചി സ്നേഹം എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. മനുവേട്ടനെ എന്തൊക്കെ നോക്കണം, കുടുംബത്തിന്റെ അന്തസ്, ബന്ധുക്കളുടെ പ്രതീക്ഷയും ആഗ്രഹവും, പിന്നെ നാടിനും വീടിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ബന്ധം എന്നൊക്കെ അലീന പറയുമ്പോൾ അത് ശരിയാണല്ലോ.
അവരൊക്കെ വലിയ ആൾക്കാരല്ലേന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവും, സ്നേഹമുണ്ടാവും. പക്ഷേ നമ്മൾ അതൊന്നും കണ്ട് അവനവന്റെ നില മറക്കരുത്. എന്റെ കാര്യത്തിൽ മാത്രമല്ല നിന്നോടും കൂടിയാ പറയുന്നത് എന്ന് അലീന പറയുമ്പോൾ എന്നോട് എന്തിനാ പറയുന്നതെന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ഇവിടെ അങ്കിളിനും ആന്റിക്കുമെല്ലാം നിന്നോട് വലിയ സ്നേഹ, നല്ല മനസ്സുള്ളവരാ അവര് രണ്ടുപേരും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിന്നേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടവർ വന്ന ഈ സ്നേഹമൊക്കെ അവരോടായിരിക്കും അവർ കാണിക്കുക എന്ന് അലീന പറയുമ്പോൾ അങ്ങനെ ആര് വരാനെന്ന് രേവതിക്കുട്ടിയും. വന്നാലോ എന്ന് അലീന ചോദിക്കുമ്പോൾ ടെൻഷനോടെ ഇരിക്കുന്ന രേവതിക്കുട്ടിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.